ജീവിതത്തിൽ നമ്മോട് ഇടപെടുന്നവരിൽ പല വിധത്തിലുള്ള ആളുകളുണ്ട്. ചിലർ നമ്മെ അഭിനന്ദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നവരായിരിക്കും. ചിലർ നേരിട്ട് നമ്മെ എതിർക്കുന്നവരും. എന്നാൽ ഏറ്റവും അപകടകാരികളായ ഒരു വിഭാഗമുണ്ട്, കരഞ്ഞുകൊണ്ട് പണിതരുന്നവർ. ഇവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവർക്കെല്ലാം ദുഃഖകരമാണ്. ജീവിതം അവരെ മാത്രം വഞ്ചിച്ചുവെന്നും അവരുടെ സങ്കടം ആരും മനസ്സിലാക്കുന്നില്ല എന്നും എത്രയും സഹായം ആവശ്യമുള്ളവരാണ് അവരെന്നും തോന്നും വിധം പാവമായ വേഷം കെട്ടും. എന്നാൽ ഇതൊരു നാടകം മാത്രമാണ്. എന്താണ് അവരുടെ ലക്ഷ്യമെന്നും എങ്ങനെയാണ് ഇവരെ നേരിടേണ്ടതെന്നും ആചാര്യ ചാണക്യന്റെ പഠനങ്ങളെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ ഈ പാഠങ്ങൾ ഏവർക്കും ഗുണകരമായി തീരും. സ്കിപ്പ് ചെയ്യാതെ ആദ്യാന്തം എപ്പിസോഡ് പൂർണ്ണമായി കണ്ട് സമഗ്രമായി മനസ്സിലാക്കുക. കരഞ്ഞുകൊണ്ട് തന്ത്രം മെനയുന്നവരുടെ ആദ്യത്തെ ലക്ഷ്യം നിങ്ങളുടെ കരുണ സ്വന്തമാക്കുക എന്നുള്ളതാണ്. രണ്ടാമതായി നിങ്ങളുടെ വിലപ്പെട്ട സമയവും ശ്രദ്ധയും നഷ്ടപ്പെടുത്തും. മൂന്നാമതായി നിങ്ങളുടെ പണവും മനസ്സമാധാനവും നഷ്ടപ്പെടുത്തും. നാലാമതായി സഹതാപം പിടിച്ചുപറ്റി അവർക്ക് വേണ്ടി നാം പ്രവർത്തിക്കുവാൻ അവർ പ്രേരിപ്പിക്കും. ഓരോരുത്തരും കരുണയുള്ളവരായിരിക്കണം. എന്നാൽ ആരോടാണ് കരുണ കാണിക്കേണ്ടതെന്നും അതിനർഹതയുള്ളവർ ആരൊക്കെയെന്നും മനസ്സിലാക്കി പ്രവർത്തിച്ചില്ലെങ്കിൽ അത് നമുക്ക് മഹാദോഷമായി പിന്നീട് ഭവിക്കുമെന്ന് ആചാര്യ ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. അസൂയ, തോൽവിയുടെ ഭയം, ആത്മവിശ്വാസക്കുറവ് എന്നിവയാണ് ഇവരുടെ പ്രധാന കാരണം. സാധാരണയായി അവർക്ക് സ്വന്തമായി പ്രശ്നങ്ങൾ നേരിടാൻ കഴിയുകയില്ല, അല്ലെങ്കിൽ പ്രതീക്ഷിച്ച അത്രമേൽ കഴിവില്ലാത്തവർ ആയിരിക്കും. എന്നാൽ അവരുടെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാൻ അവർ പല തന്ത്രങ്ങൾ ഉപയോഗിക്കും. അതായത് സഹതാപം പിടിച്ചു പറ്റുക, മറ്റുള്ളവരെ വൈകാരികമായി ഭീഷണിപ്പെടുത്തി നിയന്ത്രിക്കുക, താൻ വലിയ ദുരിതത്തിലാണെന്ന തോന്നൽ മറ്റുള്ളവർക്കുണ്ടാക്കുക, നീ ഒന്നും ചെയ്യാതെ എന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണോ എന്ന രീതിയിൽ ബാധ്യതയുണ്ടാക്കുക മുതലായ പല തന്ത്രങ്ങളിലൂടെ ഇവർ നമ്മുടെ മനസ്സിനെ കീഴടക്കും. എന്നാൽ ആചാര്യ ചാണക്യൻ പറയുന്ന ഒരു കാര്യം ഇത്തരം സാഹചര്യത്തിൽ ഓർമ്മിക്കേണ്ടതുണ്ട്. ശത്രു എപ്പോഴും കത്തിയുമായി വരണമെന്നില്ല. ചിലർ കണ്ണീർ കൊണ്ട് മനസ്സിൽ പ്രവേശിക്കും. ഇത്തരക്കാരെ വിവേകപൂർണമായി നേരിടേണ്ടത് എങ്ങനെയെന്ന് ആചാര്യ ചാണക്യൻ പഠിപ്പിക്കുന്നു. ഒന്നാമതായി, ദുഃഖം പ്രകടിപ്പിക്കുന്നതും ദുഃഖം ഉപകരണമാക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയണം. ഒരു വ്യക്തിക്ക് യഥാർത്ഥത്തിൽ ദുഃഖമുണ്ടെങ്കിൽ അത് പരസ്യമാക്കാനോ പ്രചരിപ്പിക്കാനോ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കാനോ ശ്രമിക്കാറില്ല. കാരണം യഥാർത്ഥത്തിൽ ദുഃഖം അനുഭവിക്കുന്നവർ അതിനെ ആന്തരികമായി നേരിടാൻ ശ്രമിക്കാറാണ് പതിവ്. പക്ഷെ കരഞ്ഞുകൊണ്ട് പണി തരുന്നവരാകട്ടെ, നോക്കൂ, അവർ എപ്പോഴും ഒരു പ്രശ്നം തീരുമ്പോൾ അടുത്തത് തുടങ്ങിയിരിക്കും. അവരെ കൊണ്ട് ഒരു രക്ഷയുമില്ല. അവർക്കെപ്പോഴും സഹതാപം വേണം. എല്ലാ ആളുകളും തങ്ങളെ സഹായിക്കണം. എല്ലാവരും ശ്രദ്ധിക്കണം. ചിന്തിച്ചു നോക്കൂ, വ്യക്തിപരമായ യഥാർത്ഥ നഷ്ടം അനുഭവിക്കുന്ന ഒരാൾ അതെല്ലാവരോടും വിളിച്ചു പറഞ്ഞെപ്പോഴും കരഞ്ഞുകൊണ്ട് നടക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? കഠിന പരിശ്രമം നടത്തി മുന്നോട്ടു പോകാൻ ശ്രമിക്കുന്ന സത്യസന്ധർ മറ്റുള്ളവരുടെ സഹതാപത്തിനായി കാത്തു നിൽക്കുകയില്ല. ഇവരുടെ വിഷയം പ്രശ്നം പരിഹരിക്കുക എന്നതല്ല, അതിൻ്റെ പേരിൽ ശ്രദ്ധ പിടിച്ചുപറ്റി നിങ്ങളെ സ്വാധീനിച്ച് ചൂഷണം ചെയ്യുക എന്നതാണ്. യഥാർത്ഥ ദുഃഖമുള്ളവരെ തിരിച്ചറിയാൻ 4 കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, അവർ പൊതുവെ കുറച്ചു മാത്രമേ സംസാരിക്കൂ. രണ്ടാമതായി, അവർ പരസ്യമായി ഒന്നും ആവശ്യപ്പെടില്ല. മൂന്നാമതായി, അവർ തങ്ങളുടെ ദുർബലത മറയ്ക്കാൻ ശ്രമിക്കും. നാലാമതായി, അത്രയും പെട്ടെന്ന് അവർ കണ്ണുനീർ വാർക്കുകയില്ല. മനസ്സിൽ മാത്രം ദുഃഖഭാരം ഒതുക്കുവാൻ ശ്രമിക്കും. എന്നാൽ കള്ളക്കണ്ണീർ കൊണ്ട് നമ്മെ സമീപിക്കുന്നവരാകട്ടെ ഇതിന് നേർ വിപരീതമായിരിക്കും. അവരുടെ കണ്ണുനീർ ഒരു ആയുധമാണ്. നാം കൂടെയില്ലെങ്കിൽ അവർ തകർന്നു പോകുമെന്ന് പറഞ്ഞ് നമ്മെ വട്ടം കറക്കാൻ അവർ മിടുക്കരാണ്. ഇത്തരം സാഹചര്യത്തിൽ നാം എന്തു ചെയ്യണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നതെന്ന് അവരോട് ചോദിച്ചു മനസ്സിലാക്കുക. അവരുടെ പ്രശ്ന പരിഹാരത്തിന് നിങ്ങൾ ഇടപെടേണ്ട ആവശ്യമുണ്ടോ എന്ന് വിവേകപൂർണമായി ചിന്തിക്കുക. ഒരിക്കലും സഹതാപം എന്ന ബലഹീനതയിൽപ്പെട്ടു പോകാതിരിക്കുക. നിങ്ങളുടെ സഹായം അർഹതയുള്ള വ്യക്തിയാണെന്ന് മനസ്സിലാകുന്ന പക്ഷം ആവശ്യമായ സഹായം നൽകുക. അല്ലെങ്കിൽ ഉത്തമമായ ഉപദേശം നൽകി ധൈര്യപ്പെടുത്തി പിന്മാറുക. ഒരിക്കലും അവരുടെ കളിയിൽ കുടുങ്ങിപ്പോകാതെ ശ്രദ്ധിക്കുക.
രണ്ടാമതായി, കാര്യം നേടാൻ കണ്ണീരുമായി സമീപിക്കുന്നവരെ നിരീക്ഷിച്ച് സത്യാവസ്ഥ മനസ്സിലാക്കുക എന്നതാണ്. ജീവിതത്തിൽ ഉയർച്ചകളും താഴ്ചകളും സ്വാഭാവികമാണ്. എല്ലാ മനുഷ്യർക്കും ഒരു ഘട്ടത്തിൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. എന്നാൽ ചിലർ തങ്ങളുടെ പ്രശ്നങ്ങൾ മാത്രമാണ് പ്രശ്നം, ബാക്കിയുള്ളവരുടെ പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളല്ല എന്ന വിധത്തിൽ സ്വന്തം പ്രശ്നങ്ങളെ മാത്രം പർവ്വതീകരിച്ച് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു. ഇതൊരു പരിധിവരെ സ്വാർത്ഥതയാണ്. ഇത്തരം ആളുകളുടെ പ്രശ്നങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. ഒന്ന് തീരും മുമ്പ് മറ്റൊന്ന് ആരംഭിക്കും. ഇങ്ങനെയുള്ളവരുടെ കെണിയിൽപ്പെട്ടു പോയാൽ വളരെ ദുഷ്കരമായ സാഹചര്യങ്ങളെ നേരിടേണ്ടി വരും. തങ്ങളിൽ ആകർഷിക്കപ്പെടുന്നവരെ പരമാവധി ചൂഷണം ചെയ്യാനുള്ള തന്ത്രങ്ങൾ അവർ മെനഞ്ഞുകൊണ്ടിരിക്കും. പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതല്ല അവരുടെ ലക്ഷ്യം. പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരുടെ ചില രഹസ്യ ഉദ്ദേശ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ കഷ്ടത അനുഭവിച്ചാൽ അതിനെ അതിജീവിക്കണം. പക്ഷെ ഒരാൾ എല്ലായ്പ്പോഴും വിഷമിക്കുകയാണെങ്കിൽ അയാൾ അതിൽ സന്തോഷം കണ്ടെത്തുകയാണെന്ന് ആചാര്യ ചാണക്യൻ പറയുന്നു. അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രശ്നം നിങ്ങൾ പരിഹരിച്ചു കൊടുത്താൽ മറ്റൊരു പ്രശ്നവുമായി ഉടനെ അവർ നിങ്ങളെ സമീപിക്കും. ഇത്തരക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾ മുന്നിട്ടിറങ്ങുകയല്ല വേണ്ടത്. സ്വന്തം പ്രശ്നങ്ങളെ നേരിടുവാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് വിവേകം. മൂന്നാമതായി, നിങ്ങളുടെ അതിരുകൾ നിർണയിക്കുക എന്നുള്ളതാണ്. ചിലർ നിങ്ങളുടെ സമയവും മനോശക്തിയും ചൂഷണം ചെയ്യാം. നമുക്ക് കുടുംബം, ജോലി, വ്യക്തിപരമായ ബാധ്യതകൾ, വിശ്രമം എല്ലാം ആവശ്യമാണ്. പക്ഷെ കരഞ്ഞുകൊണ്ട് പണി തരുന്നവർ ഇതെല്ലാം അവഗണിച്ച് നിങ്ങളിൽ നിന്നെല്ലാം എടുക്കാൻ ശ്രമിക്കും. അവർ നിങ്ങളുടെ സമയം മുഴുവൻ കുത്തകയാക്കും. നിങ്ങൾ എവിടെയായാലും അവരുടെ പ്രശ്നങ്ങൾക്കായിരിക്കും മുഴുവനും ശ്രദ്ധ. ഇത് തടയാൻ നിങ്ങൾക്ക് വ്യക്തമായ അതിരുകൾ നിർവചിക്കേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ അവർ വീണ്ടും വീണ്ടും നിങ്ങളുടെ ശ്രദ്ധ തേടും. നിങ്ങൾ അവരുടെ ഒരു പ്രശ്ന പരിഹാരകനായി സ്ഥിരം സമയം ചിലവഴിക്കേണ്ടി വരും. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ സഹാനുഭൂതിയെ ചൂഷണം ചെയ്ത് അവർ നിങ്ങളെ നശിപ്പിച്ചു കളയും. ഉറ്റ സുഹൃത്തുക്കളും സ്വന്തക്കാരും ഇത്തരം സ്വഭാവമുള്ളവരാണെന്ന് മനസ്സിലായാൽ അവരിൽ നകന്നു നിൽക്കുന്നതാണ് ബുദ്ധി. അവർക്ക് മനസ്സിലാകണം, ഒരു പരിധിയിൽ കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ കാര്യത്തിൽ ഇടപെടുകയില്ല എന്ന്. ഇതുപോലുള്ളവരുടെ കാര്യത്തിൽ എല്ലായ്പ്പോഴും ഇടപെടാൻ നിൽക്കാതെ ഒഴിഞ്ഞുമാറുകയും വളരെ അത്യാവശ്യമായ കാര്യത്തിൽ മാത്രം ഇടപെടുവാനും ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മോട് ചേർന്ന് നിന്ന് നമ്മെ ചൂഷണം ചെയ്യുന്നവരെ നാം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ശത്രുവിനേക്കാൾ നമുക്കത് ദോഷകരമായി തീരുമെന്ന് ആചാര്യ ചാണക്യൻ പഠിപ്പിക്കുന്നു. വില്ലേജ് ലൈറ്റിന്റെ ഈ എപ്പിസോഡ് ഏവർക്കും പ്രയോജനകരമായി തീർന്നു എന്ന് കരുതുന്നു. വീഡിയോ കണ്ട ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.